എമ്പുരാനിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് സയ്യിദ് മസൂദ് ആണ് എന്നത് യാദൃച്ഛികമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ജെയ്ഷെ മുഹമ്മദ് ഭീകരനായ മസൂദ് അസ്കറിന്റെയും ലഷ്കർ തൊയ്ബ ഭീകരനായ ഹാഫിസ് സയ്യിദിന്റെയും കൂട്ടിച്ചേർക്കലാണിത്. ദേശവിരുദ്ധവും ഹിന്ദുവിരുദ്ധവുമായ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണിത്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ സിനിമയെ വീണ്ടും വിമർശിച്ച RSS മുഖപത്രമായ ഓർഗനൈസർ ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പൃഥ്വിരാജിന്റെ സിനിമകളിൽ ദേശവിരുദ്ധത ആവർത്തിക്കുന്നുണ്ട് എന്നും ഇസ്ലാമിക ഭാരതത്തെ വെള്ളപൂശി ഹിന്ദു സമൂഹത്തെ വില്ലൻ വേഷത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നും പുതിയ ലേഖനത്തിൽ പറയുന്നു. എമ്പുരാനെ വിമർശിച്ച് കഴിഞ്ഞ ദിവസം ഓർഗനൈസർ ഒരു ലേഖനം പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെ പല ഭാഗങ്ങളിൽ നിന്ന് ചിത്രത്തിനെതിരെ ഹിന്ദു സംഘടനകൾ രംഗത്തെത്തി. തുടർന്നാണ് റീസെൻസറിംഗിലേക്ക് കടക്കുന്നത്. 17 ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചതിന് പിന്നാലെ പുതിയ ലേഖനം എത്തിയിരിക്കുന്നത്. എമ്പുരാനിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് സയ്യിദ് മസൂദ് ആണ് എന്നത് യാദൃച്ഛികമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചാണ് ലേഖനം ആരംഭിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട വിഷയമല്ല. പൃഥ്വിരാജ് നയിക്കുന്ന കേരളത്തിലെ സിനിമാ വ്യവസായത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണെന്ന വിലയിരുത്തലുകളും ഉണ്ട്. ഗുജറാത്ത് കലാപത്തെ വക്രീകരിച്ചാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വസ്തുതകളെ വളച്ചൊടിക്കുകയാണ്. രാജ്യത്തിന്റെ ഐക്യത്തെയും ജനാധിപത്യ സംവിധാനങ്ങളെയും ദുർബലപ്പെടുത്തുന്ന വിധത്തിലാണ് ചിത്രം ചെയ്തിരിക്കുന്നത് എന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കത്തിപ്പടരുകയാണ്. അതിനിടെ പൃഥ്വിരാജിനെ പിന്തുണയ്ക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി കഴിഞ്ഞ ദിവസം മല്ലിക സുകുമാരൻ രംഗത്ത് വന്നിരുന്നു. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദന ഉണ്ട് എന്നാണ് മല്ലിക സുകുമാരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നാൽ ഈ കുറിപ്പ് എഴുതിയത് ഒരു അമ്മയുടെ വികാരമായിട്ട് നമുക്ക് കാണാം. എന്നാൽ അതിൽ പലരും കാണാതെ പോയ ഒരു വാസ്തവമുണ്ട്. ആ വാസ്തവത്തിലേക്ക് ഡോക്ടർ ഭാർഗവറാം വിരൽ ചൂണ്ടുന്നു. അതിങ്ങനെയാണ്: കൂലിപ്പട്ടാളങ്ങൾക്ക് നേരെ മല്ലിക സുകുമാരൻ വാളെടുക്കുമ്പോൾ ശ്രീമതി മല്ലിക സുകുമാരന്റെ പദം പറച്ചിലും മകൻ നല്ലവൻ വേർഷനും വായിച്ചു ഒരു അമ്മ മനസ്സിന്റെ നൊമ്പരവും വിങ്ങലും അതിൽ മുഴിച്ചു നിൽക്കുന്നുമുണ്ട്. എന്നാൽ അതിലെവിടെയും ടി മാതാജി, NIA അടക്കമുള്ള ദേശീയ ഏജൻസികളെ അപകീർത്തിപ്പെടുത്തുന്നതിലെ ധാർമ്മികത, ഹിന്ദുവിരുദ്ധത, രാഷ്ട്രവിരുദ്ധത, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം, ശരി തെറ്റുകൾ തൊടാൻ പോലും ധൈര്യപ്പെടുന്നില്ല. അവർ ആകെ പറഞ്ഞു വെക്കുന്നത് ഇതൊന്നും ചെയ്തത് പൃഥ്വി ഒറ്റയ്ക്കല്ല, എൻ്റെ മോനെ മാത്രമായിട്ട് പഴിക്കരുത്, മോഹൻലാൽ അടക്കം എല്ലാവർക്കും ഇതൊക്കെ അറിയാമായിരുന്നു എന്നാണ്. മേജർ രവിയും ചാനലുകാരും കാര്യലാഭത്തിനായി ലാലിനെ സുഖിപ്പിക്കാൻ പൃഥ്വിയെ ഒറ്റുകൊടുത്തതിലുള്ള വേദന സഹിക്കാതെയുള്ള മാതാജിയുടെ പ്രതികരണത്തിൽ സത്യമുണ്ട് എന്ന് തന്നെ ഞാനും വിചാരിക്കുന്നു എന്നാണ് ഡോക്ടർ ഭാർഗവറാം കുറിക്കുന്നത്. അതല്ല എങ്കിൽ ഈ രക്തത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പറയാൻ ലാൽ അടക്കമുള്ള ബന്ധപ്പെട്ടവർക്ക് കഴിയണം. കൂളിപ്പട്ടാളങ്ങൾ തൽക്കാലം വായടക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അവിടെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഒരു അമ്മ തൻ്റെ മകനെ, എൻ്റെ മകൻ നല്ലവനാണ്, ഞാൻ ആ മകനെ നല്ല രീതിയിലാണ് വളർത്തിയതെന്നൊക്കെ പറയാനുള്ള അവകാശങ്ങൾ അമ്മയ്ക്കുണ്ട്. ആ രീതിയിൽ ആ അമ്മ മകനെ അത്രയും കാര്യമായിട്ട് എൻ്റെ മകൻ നിരപരാധിയാണ് എന്ന് പറയുമ്പോൾ ആ അമ്മ കാണാതെ പോയ കാര്യങ്ങൾ, അതായത് NIA പോലെയുള്ള ദേശീയ ഏജൻസികളെ പരസ്യമായി അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന രീതിയിൽ അവരെ പരിഹസിക്കുന്ന രീതിയിൽ ആ സംഘടനകൾക്കെതിരായി സംസാരിക്കുന്നതിനെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞില്ല എന്നത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കുക എന്ന ധാരണ ഒന്നും ആർക്ക് വേണ്ട. അവൻ്റെ ഒപ്പം ഈശ്വരനുണ്ട്, ഞങ്ങൾക്ക് മനുഷ്യരെയല്ല ദൈവത്തെയാണ് ഭയമെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. ഈശ്വരനാണ് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഇതുവരെ വഴി നടത്തി. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല. മേജർ രവിയെയും അമ്മ മല്ലിക സുകുമാരൻ വിമർശിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ശരി, ചില കാര്യങ്ങൾ ഇതിനകത്ത് പറയാതെ ചൂണ്ടിക്കാണിക്കാതെ വയ്യ. ഇതിൽ ഓർഗനൈസർ പത്രം പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും ആ പേരിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു യാദൃശ്ചികതയല്ല, പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പേരല്ല. ആ പേരിന്റെ ഒരു സ്പ്ലിറ്റപ്പ് നോക്കുമ്പോൾ അത് ഈ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടവരുടെ പേരുകളാണ് എന്ന് പറയുമ്പോൾ അതിലൊരു മനഃപൂർവ്വം അത്തരം ഒരു പേര് സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം നടന്നില്ലേ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം നൽകിയേ മതിയാകൂ. അതിനൊരു ന്യായീകരണവുമില്ല എന്നതാണ് ശരി. അത്തരം നിലപാടുകൾ പൃഥ്വിരാജിന്റെ ചിത്രങ്ങളിൽ ഈ അടുത്ത കാലങ്ങളിൽ കാണുന്നു. IS ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ ആശയങ്ങളിൽ പൃഥ്വിരാജ് പ്രേരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയങ്ങളൊക്കെ പലരും പ്രകടിപ്പിച്ചിരുന്നു. ദേശവിരുദ്ധ ആശയങ്ങൾ അദ്ദേഹം തന്റെ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നത് ന്യായമായും തിരുത്തേണ്ട ഒരു സംഗതിയാണ്. ഭാരതം പോലുള്ള ഒരു രാജ്യത്ത് എത്ര ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാലും ദേശവിരുദ്ധത ഒരു രാജ്യത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. ഇതോടെ BJP സംഘപരിവാർ നേതാക്കളും ചിത്രത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. എന്തായാലും ഇനിയും അദ്ദേഹം പുതിയ പുതിയ ചിത്രങ്ങൾ എടുക്കാം. ആ ചിത്രങ്ങളിലും ഇതേ ആശയങ്ങൾ കുത്തി നിറയ്ക്കാം. എന്നാൽ പൃഥ്വിരാജ് ഇനി എടുക്കാൻ പോകുന്ന ചിത്രങ്ങളെല്ലാം എന്തായാലും കർശനമായ നിരീക്ഷണത്തിന് പൊതുസമൂഹം ഒപ്പമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതോടെ അതിനൊന്നുകൂടി ഉറപ്പായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.